ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ദോ ദിവാനെ ഷെഹർമേ എന്ന മൂവിയാണ്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായകനായ ശശാങ്കിനെയും നായികയായ റോഷിനെയും കാണിക്കുന്നു. ശശാങ്ക് ഒരു മാർക്കറ്റിംഗ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. വാഷിംഗ് മെഷീൻ ആയിരുന്നു അവന്റെ കമ്പനിയുടെ പ്രോഡക്റ്റ്. എന്നാൽ കമ്പനിയിലെ മീറ്റിംഗുകളിലൊന്നും തന്നെ അവൻ പങ്കെടുക്കാറില്ല. എന്തെങ്കിലും പ്രസന്റേഷൻ വന്നു കഴിഞ്ഞാൽ അവൻ ഒഴിവായി പോകും. അതിന്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടായിരുന്നു. അവന് ഷാ എന്ന അക്ഷരം പറയാൻ അറിയില്ല. ഷായ്ക്ക് പകരം അവൻ എപ്പോഴും സായാണ് ഉപയോഗിക്കുന്നത്. സ്വന്തം പേരായ ശശാങ്ക് എന്ന് പോലും അവന് പറയാൻ അറിയില്ലായിരുന്നു. സസാങ്ക് എന്നാണ് അവൻ എല്ലാവരോടും പറയുന്നത്. അത് കാരണം വലിയ മീറ്റിംഗുകളിൽ പങ്കെടുക്കാനോ പ്രസന്റേഷൻ നടത്താനോ ഒക്കെ അവന് പേടിയായിരുന്നു. ആൾക്കാർ അവനെ കളിയാക്കുമെന്ന് കരുതിയിട്ട്. നമ്മുടെ നായിക റോഷിനിയാകട്ടെ ഒരു മാഗസിനിലാണ് വർക്ക് ചെയ്യുന്നത്. മാഗസിനിലെ കവർ പിക്കിന് വേണ്ടിയിട്ടുള്ള പെൺകുട്ടികളെ സെലക്ട് ചെയ്യുന്നതും അവരുടെ നല്ല നല്ല ഫോട്ടോസ് ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ അവളുടെ ജോലിയാണ്. അവൾ എപ്പോഴും സ്പെക്സ് യൂസ് ചെയ്യുമായിരുന്നു. ഒരുപാട് നാളായിട്ട് അവളുടെ വീട്ടുകാര് പല കല്യാണാലോചനകൾ അവൾക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞ് അവളത് മുടക്കും. കൂടാതെ കാണാൻ വരുന്ന ആൾക്കാരെല്ലാം അവളോട് കണ്ണിന് കാഴ്ചക്കുറവുണ്ടോ, എന്താ സ്പെക്സ് വെച്ചിരിക്കുന്നത്, ലെൻസ് യൂസ് ചെയ്തൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അവൾ ആ സ്പെക്സ് ഊരാറേ ഉണ്ടായിരുന്നില്ല. അതിനൊരു കാരണമുണ്ട്. താൻ അത്രയധികം ഒന്നും സുന്ദരിയല്ല എന്നും തന്റെ മൂക്കിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്നും അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. അതൊന്നും ആരും ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ എപ്പോഴും സ്പെക്സ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ അവൾക്ക് കാഴ്ചക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. ശശാങ്ക് ഇങ്ങനെ പല പ്രസന്റേഷനിൽ നിന്നും ഒളിച്ചോടുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് അവന്റെ ബോസ് നീ എന്താ പ്രസന്റേഷനിൽ പങ്കെടുക്കാത്തെന്ന് ചോദിക്കും. എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങൾ അവൻ പറയും. അവന് ശരിക്കും പ്രൊമോഷൻ പോലും കിട്ടാത്തത് ഇങ്ങനെ പല പ്രസന്റേഷനുകളും അവൻ ചെയ്യാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ അവന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവൻ ഒരുപാട് ലെവൽ മുകളിലേക്ക് പോകേണ്ടതാണ്. ഷാ ഉച്ചരിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ ആൾക്കാരെ തന്നെ കളിയാക്കുന്നുള്ള ഒറ്റ പേടിയായിരുന്നു അവനെ പിന്നിലാക്കിക്കൊണ്ടിരുന്നത്. റോഷിനിക്ക് ഒരു മൂത്ത സഹോദരിയുണ്ട്. നേന എന്നാണ് അവളുടെ പേര്. റോഷിനിയെ പോലെയൊന്നും ആയിരുന്നില്ല നേന. പെർഫെക്റ്റ് ഫിഗർ വേണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. എപ്പോഴും സുന്ദരിയായിരിക്കാനാണ് അവൾ ആഗ്രഹിച്ചിരുന്നത്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അവളുടെ പാർട്ട്ണറിന്റെ പേര് അർജുൻ എന്നാണ്. അർജുനാകട്ടെ നേന എപ്പോഴും സുന്ദരിയായിട്ടിരിക്കണമെന്നും സൈസ് 0 ഫിഗറിൽ ഇരിക്കണമെന്നും ഒക്കെ ആയിരുന്നു ആഗ്രഹം. അതുകൊണ്ട് എപ്പോഴും നേന താല്പര്യം ഇല്ലാഞ്ഞിട്ട് പോലും ഡയറ്റ് എടുക്കും. ഹെവി ആയിട്ടുള്ള ഒരു ഫുഡ് അവൾ കഴിക്കാറുണ്ടായിരുന്നില്ല. എന്നാൽ റോഷിനി എപ്പോഴും നേനയോട് പറയുമായിരുന്നു നിനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ കഴിച്ച് ജീവിക്കണമെന്ന്. പക്ഷെ നേന അതൊന്നും കേൾക്കില്ല. അർജുനെ എങ്ങനെയൊക്കെ ഇംപ്രസ് ചെയ്യാമോ അതായിരുന്നു എപ്പോഴും നേന നോക്കിക്കൊണ്ടിരുന്നത്. റോഷിനിക്ക് നേരത്തെ ഒരു പ്രണയം ഉണ്ടായിരുന്നു. സാഹിൽ എന്നായിരുന്നു അവന്റെ പേര്. ജെനുവിനായിട്ടാണ് റോഷിനി നിന്നത്. എന്നാൽ സാഹിലാകട്ടെ അവളെ ചീറ്റ് ചെയ്തിട്ട് അവസാനം കടന്നു കളഞ്ഞു. അത് കാരണം അവൾക്ക് പുതിയൊരു റിലേഷൻഷിപ്പിലാകാനൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല എന്ന് നേന അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഒടുവിൽ റോഷിനിയുടെ ഫാമിലി അവൾക്കൊരു ആലോചന കൊണ്ടുവരുന്നു. അത് നമ്മുടെ ശശാങ്കന്റെ ആലോചനയായിരുന്നു. അങ്ങനെ വീട്ടുകാർ മുഖേനയാണ് ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. റോഷിനിയെ കണ്ടപ്പോ തന്നെ ശശാങ്കിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാൽ റോഷിനിക്കാകട്ടെ ഇവനോട് സംസാരിക്കാൻ പോലും താല്പര്യം ഉണ്ടായിരുന്നില്ല. വീട്ടുകാരുടെ നിർബന്ധം കാരണം ടെറസിന്റെ മുകളിൽ പോയി ഇവർ സംസാരിക്കുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പെർഫെക്റ്റ് വൈഫൊന്നും അല്ല താൻ, തനിക്ക് കുക്കിംഗ് ഒന്നും അറിയില്ല എന്ന് അവൾ പറഞ്ഞപ്പോൾ അവൻ പറയുന്നുണ്ട് നീ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് കുക്കിംഗ് എല്ലാം അറിയാമെന്ന്. എല്ലാ ടൈപ്പ് ഫുഡും ഉണ്ടാക്കാൻ അറിയാം. എനിക്ക് ടെൻഷനും വിഷമവും ഒക്കെ വരുമ്പോ ഞാൻ കുക്ക് ചെയ്യാറാണ് പതിവ്. എന്നാൽ അവളാകട്ടെ ടെൻഷനും വിഷമവും വരുമ്പോ ആഹാരം കഴിക്കാറാണ് പതിവ്. നിങ്ങളുടെ മാർക്കറ്റിംഗ് കമ്പനിയിൽ എന്ത് ഇലക്ട്രോണിക്സ് ആണ് നിങ്ങൾ കൂടുതലും വിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ശശാങ്ക് ആകെ വല്ലാതെയായി. വാഷിംഗ് മെഷീൻ എന്ന് പറയണമെങ്കിൽ അവന് ബുദ്ധിമുട്ടുണ്ട്. വാഷിംഗ് മെഷീൻ എന്നാ അവൻ പറയുന്നത്. അത് കേട്ട് കഴിഞ്ഞാൽ അവൾ കളിയാക്കൂന്ന് അവൻ കരുതി. എന്നാലും അവൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ തന്നെ കൊണ്ടാവുന്ന പോലെ തന്നെ പറഞ്ഞു. പക്ഷെ അവന്റെ ഷായുടെയും സായുടെയും ഒന്നും പ്രശ്നം അവളെ ബാധിച്ചതേയില്ല. അവൾ അതിന്റെ പേരിൽ അവനെ കളിയാക്കിയില്ല. വീണ്ടും അവനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ശശാങ്കിന് ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടമായിരുന്നു. നല്ല എന്തെങ്കിലും ഫ്രെയിം കണ്ടു കഴിഞ്ഞാൽ അവൻ അപ്പൊ തന്നെ ഫോട്ടോ എടുക്കും. ഇടയ്ക്കിടയ്ക്ക് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി കണ്ടസ്റ്റ് വരുമ്പോൾ അവൻ അതിൽ പങ്കെടുക്കുകയും തന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. ഇവളോട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവന് ഫസ്റ്റ് പ്രൈസ് അടിച്ചു. നിനക്ക് എങ്ങനത്തെ പെൺകുട്ടികളെ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്കിങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല, നിന്നെപ്പോലൊരു പെൺകുട്ടി എനിക്ക് വേണ്ടതെന്ന്. അവൾ സ്പെക്സ് വെച്ചാലും ഇല്ലെങ്കിലും ഒന്നും തന്നെ അവന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. സ്പെക്സോട് കൂടി തന്നെ അവളെ അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശശാങ്കിന് അവളെ ഇഷ്ടപ്പെട്ടു എന്ന് വീട്ടുകാരോട് പറഞ്ഞു. എന്നാൽ റോഷിനിക്കാകട്ടെ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് കാരണം അവള് നോയാണ് പറഞ്ഞത്. അതോടെ ശശാങ്കിന് ആകെ വിഷമമായി. അവന്റെ വീട്ടുകാർ അവനോട് പറയുന്നുണ്ട് ഒരുപാട് പെൺകുട്ടികളെ കണ്ടു, എല്ലാരും നിന്നെ റിജക്ട് ചെയ്യുക. നിന്റെ ഈ സംസാരത്തിലുള്ള ഇഷ്യൂ ഒക്കെ നീ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടി സെറ്റ് ആവുന്നാണ് അവന്റെ അച്ഛൻ പറയുന്നത്. ശശാങ്ക് IIT IIMലൊക്കെ പഠിക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അവൻ എക്സാം ഒക്കെ ക്ലിയർ ചെയ്താ. എന്നാൽ ഇന്റർവ്യൂവിന് അവൻ തോറ്റുപോയി. അത് നീ പാസ്സായിരുന്നെങ്കിൽ നല്ല പെൺകുട്ടികളുടെ ആലോചന നിനക്ക് വന്നിരുന്നേനെന്നൊക്കെയാണ് അവന്റെ അച്ഛൻ പറയുന്നത്. അവൻ അതൊന്നും കാര്യമാക്കിയില്ല. റോഷിനിയുടെ വീട്ടുകാരും അവളെ വഴക്ക് പറയുന്നുണ്ട്. ശശാങ്കിനെ പോലൊരു നല്ല പയ്യനെ അവളെ റിജക്ട് ചെയ്തതിന്റെ പേരിൽ. റോഷിനിയുടെ അച്ഛനായിരുന്നു അവളെ കൂടുതലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അവൾ വിവാഹം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അയാൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് റോഷിനിയുടെ ഓഫീസിൽ അവളുടെ ബോസ് അവളെ കുറെ വഴക്ക് പറയുന്നു. അവൾ സെലക്ട് ചെയ്ത ഒരു ഫോട്ടോസും അവളുടെ ബോസിന് ഇഷ്ടപ്പെട്ടില്ല. സ്കിന്ന് വളരെ ഡസ്കിയാണ്, സൗന്ദര്യമില്ല, ആ പെൺകുട്ടിയുടെ കണ്ണ് ശരിയല്ല, മൂക്ക് ശരിയില്ല, അങ്ങനെ ഓരോന്നിനും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നു. വേറെ വേറെ പെൺകുട്ടികളെ സെലക്ട് ചെയ്യാനാണ് ബോസ് അവളോട് പറയുന്നത്. അതിന്റെ കൂടെ ശശാങ്ക് ആകട്ടെ റോഷിനിയെ പറ്റി തന്നെ ചിന്തിക്കുകയായിരുന്നു. ഒരുപാട് പെൺകുട്ടികളെ കണ്ടതിൽ അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണ് റോഷിനി. പക്ഷെ അവൾ എന്തുകൊണ്ട് തന്നെ റിജക്ട് ചെയ്തു എന്ന് അവൻ അറിയണം. അതിനു വേണ്ടിയിട്ട് അവളുടെ നമ്പർ എടുത്ത് അവളെ കോൺടാക്ട് ചെയ്തെങ്കിലും അവൾ കോള് കട്ട് ചെയ്തു. പക്ഷെ കാരണം അറിഞ്ഞിട്ടേ അവൻ പോകുമെന്നായിരുന്നു. അത് കാരണം അവളുടെ ഓഫീസിന്റെ ഫ്രണ്ടില് അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ആദ്യം എല്ലാം തന്നെ അവൾ അവനെ ഒഴിവാക്കി. ഒരുപാട് ദിവസം അവൻ വന്നെങ്കിലും മൈൻഡ് പോലും ചെയ്തില്ല. പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവനെ കാണാതെയായി. അതോടെ അവൾ അവനെ
അവനെ മിസ് ചെയ്യാൻ തുടങ്ങി. അവന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലൊക്കെ നോക്കിയപ്പോൾ അതിലവനൊരു പെൺകുട്ടിയുടെ കൂടെ ഒന്ന് ഫോട്ടോ ഇട്ടിരിക്കുന്ന കണ്ടു. അതോടെ അവന് വേറെ ഏതെങ്കിലും പെൺകുട്ടി സെറ്റായോ എന്ന് അവൾക്ക് ടെൻഷൻ ആകാൻ തുടങ്ങി. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് അവനെ അവൾ കോൾ ചെയ്തിട്ട് നാളെ ഫ്രീ ആണെങ്കിൽ കോഫി കുടിക്കാൻ പോകാമെന്ന് പറയുന്നു. അങ്ങനെ അവരൊരു കഫേയിൽ വെച്ച് മീറ്റ് ചെയ്യുന്നു. അവളെ കണ്ടോടനെ അവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ റിജക്ട് ചെയ്യാനുള്ള കാരണം എന്റെ സായുടെ പ്രശ്നമാണെന്നു എന്ന്. ഞാൻ ഷായ്ക്ക് പകരം സായ എന്നാ പറയുന്നത്, അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളും എന്നെ റിജക്ട് ചെയ്തത്, നിങ്ങളും അതുകൊണ്ടായിരിക്കും റിജക്ട് ചെയ്തത്. എന്നാൽ അവള് പറയുന്നുണ്ട്, ഒരിക്കലും അല്ലാന്ന്. എനിക്ക് നിങ്ങൾ ഷായ്ക്ക് പകരം സാ പറഞ്ഞാലും ഫാ പറഞ്ഞാലും ഒന്നും പ്രശ്നമില്ല, ഞാൻ അതുകൊണ്ടല്ല നിങ്ങളെ റിജക്ട് ചെയ്തത്. പിന്നെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടും റോഷിനി അതിന് ഉത്തരം പറഞ്ഞില്ല. നിന്റെ പ്രൊഫൈലിൽ കണ്ട പെൺകുട്ടി ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അതെന്റെ ഗേൾഫ്രണ്ട് ഒന്നുമല്ല, എന്റെ കസിൻ ആണെന്ന്. അത് കേട്ടപ്പോ റോഷിനിക്ക് കുറച്ച് ആശ്വാസം തോന്നി. നിനക്ക് ബോയ് ഫ്രണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ലേ എന്ന് അവൻ ചോദിച്ചപ്പോൾ അത്രയും പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് അവൾ പറയുന്നു. തൽക്കാലം അവൾ അവിടെ നിന്നും പോയി. എന്നാൽ വീണ്ടും വീണ്ടും അവർ മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം സർപ്രൈസ് ആയിട്ട് അവൾ അവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവന്റെ ആ ചെറിയ ഫ്ലാറ്റ് അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവിടെ കുറേയധികം ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ അവൻ തന്നെ പകർത്തിയതാണ്. നീ എന്തുകൊണ്ടാണ് എന്നെ തന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അവൾ അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, എന്റെ അടുത്തില്ലാത്തൊരു കാര്യം നിന്റെ അടുത്തുണ്ടെന്ന്, കോൺഫിഡൻസ്. എന്റെ ലൈഫിൽ എനിക്ക് ഇല്ലാത്ത സാധനം കോൺഫിഡൻസ് ആണ്. നീ പക്ഷേ കോൺഫിഡൻസോടുകൂടി എപ്പോഴും സംസാരിക്കുന്നത്. നീ കൂടെ ഉണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് എനിക്കും ഉണ്ടാകുമെന്ന് തോന്നി. ശശാങ്കിന് അവൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരുന്നു അവളെ ഇഷ്ടം. അവൾക്ക് പെർഫെക്റ്റ് ഫിഗർ വേണമെന്നോ ഭയങ്കര സൗന്ദര്യം വേണമെന്നോ ഒന്നും അവൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാമായിരുന്നു. അവൻ ഒന്നിനും അവളെ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല. തന്നെ താനായിട്ട് തന്നെ സ്നേഹിക്കുന്ന ശശാങ്കിനെ പോലെ ഒരാളെ തന്നെയായിരുന്നു റോഷിനി തേടിക്കൊണ്ടിരുന്നത്. അവർ തമ്മിൽ വർക്കൗട്ട് ആവുമെന്ന് ഒന്ന് നോക്കാമെന്ന് റോഷിനി പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് വീണ്ടും കാണുകയും ഒരുമിച്ച് ട്രാവൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്റെ ആദ്യ പ്രണയത്തെക്കുറിച്ച് റോഷിനി അവനോട് തുറന്നു പറഞ്ഞു. സാഹിൽ എന്ന് പറയുന്ന പയ്യനെ അവൾ പ്രണയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഒരു കാരണവുമില്ലാതെ അവൻ അവളെ ഉപേക്ഷിച്ചു പോയി. മറ്റൊരു പെൺകുട്ടിയെ അവൻ വിവാഹം കഴിക്കുകയും ചെയ്തു. റോഷിനിയേക്കാൾ ഒരുപാട് ഡിഫറന്റ് ആയിരുന്നു ആ പെൺകുട്ടി. സൗന്ദര്യം നോക്കിയാണ് അവൻ പോയതെന്ന് റോഷിനിക്ക് അതിലൂടെ മനസ്സിലായി. ശശാങ്കിനെ പോലെ തന്നെയായിരുന്നു ആദ്യം സാഹിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അവൾ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് സാഹിലും അവളെ ഇഷ്ടപ്പെട്ടത്. പക്ഷെ അവസാനം വിവാഹത്തോടടുത്തപ്പോൾ അവളെ ഉപേക്ഷിച്ചിട്ട് പോയി. അതുകൊണ്ട് ശശാങ്ക് അങ്ങനെ ചെയ്യുന്നുള്ള പേടി റോഷിനിക്ക് ഉണ്ടായിരുന്നു. എന്നാൽ താൻ ഒരിക്കലും നിന്നെ വിട്ടിട്ട് പോകില്ല എന്ന് ശശാങ്ക് അവൾക്ക് വാക്കു കൊടുക്കുന്നു. അതിനിടയ്ക്ക് ശശാങ്ക് തന്റെ പ്രശ്നങ്ങളും അവളോട് തുറന്നു പറയുന്നുണ്ട്. അവന്റെ ഈ സായുടെ പ്രശ്നം കാരണം ജോബിലെ പല മീറ്റിംഗിൽ നിന്നും അവൻ ഒഴിവായി പോകുന്നതും പ്രസന്റേഷൻ ഒന്നും അവൻ ചെയ്യാതിരിക്കുന്നതും ആൾക്കാർ കളിയാക്കുമെന്ന് പേടിച്ചിട്ട് പലയിടങ്ങളിലും പോകാതിരിക്കുന്നതും അതുപോലെ തന്നെ അവൻ IIM-ല് അഡ്മിഷൻ കിട്ടിയതാണ്. അവന്റെ വീട്ടുകാർ വിചാരിക്കുന്ന പോലെ അവൻ ഇന്റർവ്യൂവിന് തോറ്റതല്ല, മനഃപൂർവ്വം പോകാതിരുന്നതാണ്. അവിടെ പോയി സംസാരിക്കുമ്പോൾ തന്റെ സായും ഷായുടെയും പ്രശ്നം കാരണം അവർ തന്നെ കളിയാക്കുന്നുള്ള പേടിയായിരുന്നു അവന്. ആ പേടിയായിരുന്നു അവനെ എല്ലാത്തിലും പിന്നിലാക്കിക്കൊണ്ടിരുന്നത്. ശശാങ്ക് തന്റെ കാര്യങ്ങളിൽ അവളോട് തുറന്നു പറഞ്ഞതോടുകൂടി അവളും തന്റെ പ്രശ്നങ്ങൾ അവനോട് തുറന്നു പറയുന്നു. താൻ വെച്ചിരിക്കുന്ന ഗ്ലാസിന് പവർ ഇല്ലാന്നും താൻ വെറുതെയാണ് ഇത് വെക്കുന്നതെന്നും. കാരണം ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, തന്റെ മൂക്കിന് പ്രശ്നമുണ്ട്, തന്റെ ഫേസിനും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് താൻ ഇത്രയും വലിയ ഗ്ലാസ് വെക്കുന്നത്. എന്നാൽ നിന്റെ ഫേസിന് എന്താ പ്രശ്നം, നീ സുന്ദരിയല്ലേ എന്ന് ശശാങ്ക് ചോദിക്കുന്നു. പക്ഷെ അവൾക്ക് തന്നെ ഉള്ളിന്റെ ഉള്ളില് താൻ ഒട്ടും സുന്ദരിയല്ലാന്നൊരു തോന്നലുണ്ടായിരുന്നു. തന്റെ മൂക്കിനൊട്ടും സൗന്ദര്യമില്ല എന്നാണ് അവൾ കരുതിയിരുന്നത്. എന്നാൽ അതൊക്കെ നിന്റെ തോന്നലാണെന്നും സെക്സ് ഇല്ലാതെ നിന്നെ കാണാൻ നല്ല സൗന്ദര്യമായിരിക്കും, നീ അത് നൂരാൻ അവൻ പറയുന്നു. എന്നാൽ അവൾ കേൾക്കുന്നില്ല. പരസ്പരം ഇത്ര എടുത്തിട്ട് പോലും കണ്ണാടിയില്ലാതെ ശശാങ്ക് അവളെ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അവർ കൂടുതൽ അടുത്തു. പക്ഷെ അവരുടെ രണ്ട് വീട്ടുകാരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്ന്. അതിനിടയ്ക്ക് ശശാങ്കിനെ അവന്റെ അച്ഛൻ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിന്നെ കാണാൻ വേണ്ടിട്ട് ഒരു പെൺകുട്ടി നാളെ കഫേയിൽ വരും, നീ അവളെ ഒന്ന് പോയി കാണണമെന്ന്. അവന് പെട്ടെന്ന് റിജക്ട് ചെയ്യാൻ പറ്റിയില്ല. റോഷിനിയോട് അവൻ ഇതിനെപ്പറ്റി പറഞ്ഞതുമില്ല. അച്ഛൻ കണ്ടുപിടിച്ച പെൺകുട്ടിയെ ഡയറക്റ്റ് ആയിട്ട് കണ്ട് താനും റോഷിനിയും റിലേഷൻഷിപ്പിലാണെന്ന് ആ പെൺകുട്ടിയോട് തുറന്നു പറയാമെന്നാണ് ശശാങ്ക് കരുതിയത്. അങ്ങനെ അവൻ കഫേയിലേക്ക് പോകുന്നു. ആ പെൺകുട്ടിയോട് പറയുന്നുണ്ട്, എനിക്ക് ബന്ധത്തിൽ താല്പര്യമില്ല, ഞാൻ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്നാൽ കൂടുതൽ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് പെട്ടെന്ന് റോഷിനി അവിടേക്ക് വരുന്നു. റോഷിനി വരുമ്പോ കാണുന്നത് ഇവൻ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ ഇരിക്കുന്നതാണ്. അതോടെ റോഷിനി അവരെ തെറ്റിദ്ധരിക്കുന്നു. തന്നെ ചതിച്ചിട്ട് പോയ സാഹിലിന്റെ കണക്ക് തന്നെ ശശാങ്ക് തന്നെ ചതുക്കുകയാണെന്ന് വിചാരിച്ച് റോഷിനി അവനോട് പിണങ്ങിപ്പോയി. ശശാങ്ക് പറയുന്നതൊന്നും കേൾക്കാൻ റോഷിനി കൂട്ടാക്കിയില്ല. അവൻ പലതവണ ഫോൺ വിളിച്ചെങ്കിലും അവൾ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഇടയ്ക്ക് നേന വീണ്ടും റോഷിനിയെ കാണാൻ വരുന്നു. നേന അപ്പോഴും ഡയറ്റിലായിരുന്നു. അവളുടെ ഹസ്ബൻഡ് അർജുൻ പറഞ്ഞ പ്രകാരം എപ്പോഴും ഡയറ്റ് ഫുഡ് കഴിച്ച് അവൾക്ക് മടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പോലും അവന് വേണ്ടി എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ഇതെല്ലാം കണ്ട് റോഷിനി അവളോട് പറയുന്നുണ്ട്, നീ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം വളരെയധികം ടോക്സിക് ആണെന്ന്. ശരിക്കുള്ള പ്രണയം ഇങ്ങനെയല്ല. അർജുൻ എപ്പോഴെങ്കിലും നീ ഓക്കെ ആണോ, നീ ഹാപ്പി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അവൻ എപ്പോഴും നിന്റെ ഫിഗറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അവന് വേണ്ടി നീ ഇത്രയൊക്കെ ചെയ്യുന്നു, പക്ഷെ നിന്റെ സന്തോഷത്തെ പറ്റി അവൻ തിരക്കുന്നതേയില്ല. പക്ഷെ നേനയ്ക്ക് എപ്പോഴും അതൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. അർജുന്റെ സന്തോഷത്തിൽ താനും സന്തോഷവതിയാണെന്നാണ് നേന പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ ശശാങ്ക് പലതവണ റോഷിനിയെ കാണാൻ ശ്രമിച്ചെങ്കിലും അവൾ അവനെ അവോയ്ഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ഒടുവിൽ വിഷമമൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് അവൻ ട്രാവൽ ചെയ്യാൻ ആരംഭിച്ചു. പലയിടങ്ങളിലും ട്രാവൽ ചെയ്യുകയും കുറെ ഫോട്ടോസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടപ്പോൾ റോഷിനിക്ക് വിഷമം തോന്നുന്നു. അവനെ ഒന്ന് കാണണമെന്ന് തോന്നി. അതുകൊണ്ട് അവൾ അവന് മെസ്സേജ് അയക്കുന്നുണ്ട്, നിന്റെ സാധനങ്ങളൊക്കെ എനിക്ക് തിരിച്ചു തരണം, ഒന്ന് മീറ്റ് ചെയ്യാമെന്ന്. അവനും ഓക്കെ പറഞ്ഞ് അവർ സ്ഥിരം വരുന്ന കഫേയിൽ വെച്ച് കണ്ടുമുട്ടി. പരസ്പരം ലൈഫൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുന്നു. എല്ലാം ഓക്കെ ആണെന്ന് പറയുന്നു. എന്നാൽ രണ്ടുപേരും ഓക്കെ ആയിരുന്നില്ല. കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ റോഷിനിയാകട്ടെ ജസ്റ്റ് അവനിന്ന് ഹഗ് ചെയ്ത ശേഷം അവിടെ നിന്നും പോകുന്നു. എന്നാൽ രണ്ടുപേർക്കും പിരിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ
റോഷ്നിയുടെ അനിയനാകട്ടെ ആ സമയം അവിടെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഹഗ് ചെയ്യുന്നത് അവൻ ഫോട്ടോ എടുത്തിട്ട് ഫാമിലിക്ക് അയച്ചു കൊടുക്കുന്നു. ഇവർ രണ്ടുപേരും വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും അവരുടെ ഫാമിലി വിചാരിച്ചിരുന്നത് അവർ രണ്ടുപേരും റിലേഷൻഷിപ്പിലാണെന്നാണ്. എന്നാൽ മുൻപ് റിലേഷൻഷിപ്പിലായിരുന്നു, ഇപ്പോൾ ബ്രേക്കപ്പ് ആയി എന്ന് അവൾക്ക് പറയാനും പറ്റിയില്ല. വീട്ടുകാര് ഒന്നും ചിന്തിക്കാതെ ഇവർ രണ്ടുപേരുടെയും വിവാഹമൊക്കെ തീരുമാനിച്ചു. റോഷ്നിക്ക് എതിർക്കാനും പറ്റിയില്ല. ശശാങ്ക് അവളോട് ചോദിക്കുന്നുണ്ട് വീട്ടുകാരോട് എന്തു പറയണമെന്ന്. രണ്ടുപേർക്കും പിരിയാൻ താല്പര്യമില്ല. വീട്ടുകാരായിട്ട് എല്ലാം ഉറപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്നാ പിന്നെ ഇത് മുന്നോട്ട് തന്നെ പോകട്ടെ എന്ന് റോഷ്നി പറയുന്നു. ശശാങ്കിനും അത് തന്നെയായിരുന്നു ഇഷ്ടം. മനസ്സുകൊണ്ട് ബ്രേക്കപ്പ് ചെയ്യാൻ താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് രണ്ടുപേരും വീട്ടുകാരെ എതിർത്തതുമില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ വീട്ടുകാര് ഇവരുടെ എൻഗേജ്മെന്റ് എല്ലാം ഫിക്സ് ചെയ്തു. എൻഗേജ്മെന്റിന്റെ സമയത്തും ശശാങ്കിനോട് 2 വാക്ക് പറയാൻ വേണ്ടിയിട്ട് നയന സ്റ്റേജിലേക്ക് വിളിക്കുന്നു. എന്നാൽ അവന് സംസാരിക്കാൻ പേടിയായിരുന്നു. ഇത് മനസ്സിലാക്കിയ അവന്റെ കൂട്ടുകാരൻ ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്തു. എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് ശശാങ്ക് റോഷ്നിയെ വിളിക്കുന്നു. അവളും വീട്ടുകാരോട് പറഞ്ഞിട്ട് അവന്റെ കൂടെ യാത്ര തിരിച്ചു. ആ ഒരു ട്രിപ്പിൽ അവർ കൂടുതൽ എടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അവളുടെ ഫോട്ടോസ് എടുക്കാൻ അവൻ ശ്രമിച്ചപ്പോൾ അവൾ വഴക്കുണ്ടാക്കുന്നു. തന്റെ ഫോട്ടോസ് എടുക്കണ്ടെന്ന് പറയുന്നു. എൻഗേജ്മെന്റ് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ അവരുടെ എൻഗേജ്മെന്റ് പിക്ക് അവൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കണ്ട് റോഷ്നി വഴക്കുണ്ടാക്കുന്നു. ആരോട് ചോദിച്ചിട്ടാണ് എന്റെ പിക്ക് അപ്ലോഡ് ചെയ്തതെന്ന് അവൾ ചോദിക്കുന്നു. അതിനിപ്പോ എന്താണെന്ന് അവൻ പറയുമ്പോൾ തന്റെ ഒരു പിക്കും എന്നോട് ചോദിക്കാതെ അപ്ലോഡ് ചെയ്യരുതെന്നാണ് അവൾ പറയുന്നത്. അവളാകട്ടെ തന്റെ സോഷ്യൽ മീഡിയയിൽ സ്വന്തം പിക്ചറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്താണെങ്കിലും അതിന്റെ പേരിൽ റോഷ്നി അവനോട് പിണങ്ങിയിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് അവന് ഓഫീസിൽ നിന്നും കോള് വരുന്നു. അർജന്റായിട്ട് ഓഫീസിൽ എത്തിയെങ്കിലും പറ്റൂന്ന് പറഞ്ഞിട്ട് നമുക്ക് തിരിച്ചു പോകാമെന്ന് അവൻ പറഞ്ഞപ്പോൾ റോഷ്നി വഴക്കുണ്ടാക്കുന്നു. ഒരാഴ്ചത്തെ ട്രിപ്പിന് വന്നതല്ലേ, എന്തിനാ പെട്ടെന്ന് തിരിച്ചു പോകുന്നത്? ഓഫീസിൽ വിളിച്ചിട്ട് ഇപ്പൊ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരെ. എന്നാൽ ശശാങ്കിന് പെട്ടെന്ന് എടുത്തടിച്ച പോലെ തന്റെ ബോസിനോട് നോ എന്നും പറയാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ നിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ധൈര്യമായിട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞേനെന്ന് റോഷ്നി പറയുന്നു. കേട്ടപ്പോ ശശാങ്കിന് ദേഷ്യം വരുന്നു. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ എല്ലാവരെയും ഫേസ് ചെയ്യുന്നത്, അല്ലാതെ നിന്റെ കണക്ക് ഈ ഗ്ലാസ് ഒന്നും വെച്ചിട്ടല്ല ആൾക്കാരെ ഫേസ് ചെയ്യുന്നത്. എന്താണെങ്കിലും രണ്ടുപേർക്കിടയിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ചെറിയ വഴക്കായി. റൂമിൽ ചെന്ന് റോഷ്നി ഓരോന്നാലോചിച്ച് കിടക്കുകയായിരുന്നു. പതിയെ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ശശാങ്ക് അവളുടെ അടുത്ത് പോയിരുന്ന് അവളുടെ സ്പെക്സ് ഊരി. അവൾ അപ്പോഴും ഉറക്കത്തിലായിരുന്നു. അവൻ തന്റെ ക്യാമറ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഉണ്ടായിരുന്ന ചെറിയ ഗ്ലാസ്സിലൂടെ ഉള്ളിൽ കിടക്കുന്ന റോഷ്നിയുടെ ഫോട്ടോ എടുക്കുന്നു. ആദ്യമായിട്ടായിരുന്നു സ്പെക്സ് ഇല്ലാതെ അവളെ അവൻ കാണുന്നത്. എന്നാൽ അവൻ ഫോട്ടോ എടുത്തതൊന്നും തന്നെ അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. രണ്ടുപേരുടെ ഇടയിലുള്ള പിണക്കൊന്നും പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ടായിരുന്നില്ല. ബോസ് വിളിച്ചത് കാരണം ശശാങ്ക് ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് പെട്ടെന്ന് തിരിച്ചെത്തുകയും ചെയ്തു. റോഷ്നി ഓഫീസിൽ പോയപ്പോൾ അവിടെയാകട്ടെ വീണ്ടും അവളുടെ ബോസ് ഓരോ പെൺകുട്ടികളെ റിജക്ട് ചെയ്യുകയാണ്. ഒടുവിൽ അവളുടെ ക്ഷമ നശിച്ചു. അവള് ബോസിനോട് ചൂടാകുന്നുണ്ട്. നിങ്ങൾ ഈ പെർഫെക്റ്റ് ഗേളിന്റെ ഫിഗർ വെച്ചിട്ട് മറ്റു പെൺകുട്ടികളെ ആ ഫിഗറുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഈ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് മറ്റു പെൺകുട്ടികൾ അവരൊന്നും സുന്ദരിമാരല്ലാന്ന് ചിന്തിക്കും. അവർ തന്നെ തങ്ങളുടെ നിറത്തെ ഈ ഫോട്ടോസിലുള്ള മോഡലിന്റെ നിറവുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. അവരുടെ ഉള്ളിൽ തന്നെ നിങ്ങൾ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കുകയാണ്. എങ്ങനെയുള്ളൊരു മാഗസിൻ കൊണ്ടുപോകേണ്ടത്? പെൺകുട്ടി എങ്ങനെയാണോ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. തനിക്ക് ഇങ്ങനെ ഒരു ബോസിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൾ തന്റെ ജോലി റിസൈൻ ചെയ്ത് അവിടെ നിന്ന് പോകുന്നു. റോഷ്നിയുമായിട്ട് പിണങ്ങിയിരിക്കുന്നത് കാരണം ശശാങ്കാകട്ടെ ഓരോന്നാലോചിച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ റോഷ്നിയെ കാണാൻ വീണ്ടും നേന വരുന്നു. ഈ പ്രാവശ്യം നേന ഒരുപാട് സങ്കടത്തിലായിരുന്നു. റോഷ്നി പറഞ്ഞതെല്ലാം ശരിയാണെന്ന് നേന പറയുന്നു. അർജുൻ എപ്പോഴും എന്റെ ഫിഗറിനെ പറ്റി എന്റെ സൗന്ദര്യത്തെ പറ്റിയായിരുന്നു ചിന്തിച്ചിരുന്നത്. ഞാൻ ഓക്കെ ആണോ, ഞാൻ ഹാപ്പി ആണോ എന്ന് അവൻ ചോദിച്ചിട്ടില്ല. അവന്റെ കൂടെ ലാസ്റ്റ് ഒരു ട്രിപ്പ് പോയി. അവിടെ വെച്ചും അവൻ എന്നെ കളിയാക്കുകയായിരുന്നു. ആദ്യമൊക്കെ ഞാൻ വണ്ണം വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഡയറ്റ് എടുപ്പിച്ച് എന്റെ വണ്ണം കുറപ്പിച്ചു. ഇപ്പൊ ഞാൻ മെലിഞ്ഞിട്ട് കാണാൻ സുന്ദരിയല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുറച്ചുകൂടി ഫുഡ് കഴിച്ച് വണ്ണം വെക്കാൻ പറയുന്നു. അങ്ങനെ അവന്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്ത് എന്റെ വ്യക്തിത്വം തന്നെ ഞാൻ മറന്നു. ഇനി ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുമെന്ന് നേന പറയുന്നു. നീ ഒരു കാര്യത്തിൽ ഭാഗ്യവതിയാണ്. നിനക്ക് ശശാങ്കിനെ പോലൊരു പയ്യനെ കിട്ടിയില്ലേ? നീ എങ്ങനെയാണോ അവൻ അങ്ങനെ തന്നെയാണ് നിന്നെ സ്നേഹിക്കുന്നത്. ഒരിക്കലും അവൻ അർജുനെ പോലെയല്ല. ജീവിതത്തിൽ ഒരിക്കലും നീ ശശാങ്കിനെ വിട്ടുകളയരുത്. അവനെ പോലൊരു പയ്യനെ നിനക്ക് ലൈഫ് ലോങ് കിട്ടില്ല. നയന അങ്ങനെയൊക്കെ പറഞ്ഞതോടുകൂടി റോഷ്നിക്ക് മനസ്സിലായി താൻ വെറുതെ ശശാങ്കിനോട് ഓരോ കാരണങ്ങളുണ്ടാക്കി വഴക്കിടുകയാണെന്ന്. റോഷ്നി ഒരു രീതിയിലും ശശാങ്ക് ഹേർട്ട് ചെയ്തിട്ടില്ല. അവനെ പോലൊരു പയ്യനെ വിട്ടുകളഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും അങ്ങനൊരു പയ്യനെ അവൾക്ക് കിട്ടുകയുമില്ല. അതുകൊണ്ട് ആ രാത്രി തന്നെ ശശാങ്കിനെ പോയി അവൾ കാണുകയും സോറി പറയുകയും അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് എല്ലാവരിൽ നിന്ന് ഇങ്ങനെ അകന്നു പോകുന്നതെന്ന് അവൾ തുറന്നു പറയുന്നു. അവൾക്ക് 15 വയസ്സുള്ള സമയത്ത് ഒരു കസിന്റെ വെഡിങ്ങിൽ പങ്കെടുക്കാൻ ഇവർ ഫാമിലി ആയിട്ട് പോയി. അവിടെ ഇവളുടെ ആന്റി ആകട്ടെ എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു റോഷ്നിക്ക് അവളുടെ അമ്മയുടെ ചിരിയാണ് കിട്ടിയിരിക്കുന്നതെന്ന്. അത് കേട്ട് അവളുടെ അമ്മ എല്ലാവരോടും പറഞ്ഞു ചിരി എന്റെ ആണെങ്കിലും ആ മൂക്ക് മാത്രം അവളുടെ അച്ഛൻ്റെതാ കിട്ടിയത്, ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. അതോടുകൂടി അന്നു മുതൽ റോഷ്നിക്ക് തോന്നാൻ തുടങ്ങി തന്റെ മൂക്കിനെന്തോ കുഴപ്പമുണ്ടെന്ന്, അതൊട്ടും ഭംഗിയില്ലാത്തതാണെന്ന്. എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത് അവളുടെ സഹോദരി നൈനയായിരുന്നു. അവൾ അവളുടെ അമ്മയെ പോലെ നല്ല സുന്ദരിയാണെന്ന് എല്ലാവരും പറഞ്ഞു. ആയിരുന്ന റോഷ്നിയുടെ മനസ്സിൽ അന്നു മുതൽ തന്റെ മൂക്കിനെന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നി തുടങ്ങി. അതുകൊണ്ടാണ് അവൾ ഈ കണ്ണാടി വെച്ച് തന്റെ പ്രശ്നം അതിനുള്ളിൽ മറച്ചുകൊണ്ടിരുന്നത്. അന്ന് എല്ലാവരും അത് തമാശയ്ക്ക് പറഞ്ഞ് ചിരിച്ചതാകാം, അവരൊക്കെ അത് മറന്നിട്ടും ഉണ്ടാകും. പക്ഷെ എന്റെ മനസ്സിൽ നിന്ന് അതൊന്നും പോയിട്ടില്ല. ശങ്കം പറയുന്നുണ്ട് തനിക്ക് ഈ ഷാ ഉച്ചരിക്കാൻ പറ്റാത്തത് കാരണം ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അത് ഉച്ചരിക്കാൻ താൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ടെന്ന്. എനിക്ക് ശില്പ ഷെട്ടിയെ ഇഷ്ടം, പക്ഷെ ഇഷ്ടപ്പെട്ട നടി ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാജോൾ എന്ന് പറയും, കാരണം എനിക്ക് ഷാ പറയാൻ അറിയില്ല. അങ്ങനെ പരസ്പരം രണ്ടുപേരും തങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്തു. റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ശശാങ്കിനോട് ബോസ് പറയുന്നുണ്ട് അവരുടെ വരാനിരിക്കുന്ന
കമ്പനിയുടെ ആനുവൽ ഡേക്ക് ഇവൻ ഒരു പ്രസന്റേഷൻ ചെയ്യണമെന്ന്. അത് കേട്ടപ്പോ തൊട്ട് ശശാങ്ക് ആകെ ടെൻഷനിലായി. വേറെ പലരോടും അവൻ ഏറ്റെടുക്കാൻ പറഞ്ഞെങ്കിലും ബോസ് പറയുന്നുണ്ട് അവൻ തന്നെ ചെയ്യണമെന്ന്. അവൻ പലതവണ ഷാ ഉച്ചരിക്കാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഒന്നും നടന്നില്ല. ഒടുവിൽ പ്രസന്റേഷന്റെ തലേന്ന് റിസൈൻ ചെയ്യാമെന്നാണ് അവൻ തീരുമാനിക്കുന്നത്. കാരണം അവനെ കൊണ്ട് അത്ര ആൾക്കാരുടെ മുന്നിൽ നിന്ന് അതൊന്നും അവതരിപ്പിക്കാൻ പറ്റില്ലായിരുന്നു. ആ ധൈര്യം ഇപ്പോഴും അവന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ കാര്യം അറിഞ്ഞ റോഷ്നിയാകട്ടെ അവനെ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നു. ഞാൻ എന്റെ ജോലി വിട്ടത് എന്റെ ജോലിയിലെ പ്രശ്നം കൊണ്ടാണ്. പക്ഷെ നീ ജോലി വിടാൻ പോകുന്നത് നിന്റെ ഉള്ളിലെ പ്രശ്നം കൊണ്ടാണ്. അത് നീ ഓവർകം ചെയ്തെങ്കിലേ പറ്റൂ. ഇപ്പോഴെങ്കിലും ധൈര്യം സംഭരിച്ച് നീ സംസാരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അവൻ വീണ്ടും വീണ്ടും അവൾ പറഞ്ഞ പ്രകാരം പ്രസന്റേഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ അവനെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ രണ്ടും കൽപ്പിച്ച് റിസൈൻ ലെറ്റർ ഇടുന്നു. അതിനുശേഷം സമാധാനത്തോടെ കിടന്നുറങ്ങി. പക്ഷെ അന്ന് രാത്രി അവൻ സ്വപ്നം കാണുന്നുണ്ട്. അവൻ കുട്ടിയായിരുന്ന സമയത്ത് സ്കൂളില് ടീച്ചർ ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുന്നിൽ അവൻ പാട്ടുപാടി. അവൻ ഷായ്ക്ക് പകരം സാ ഉച്ചരിക്കുന്നത് കാരണം കുട്ടികളൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവൻ അതൊന്നും വകവച്ചില്ല. അവൻ സന്തോഷപൂർവ്വം ആ പാട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് അവിടെ ഇരുന്നത്. കുട്ടിയായിരുന്ന ശശാങ്കിനെ അന്നതൊന്നും ബാധിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ആ സ്വപ്നം കണ്ടാണ് അവൻ രാവിലെ ഞെട്ടിയുണർന്നത്. എന്നാൽ അതേസമയം രാവിലെ റോഷ്നിയോട് അവളുടെ അച്ഛൻ പറയുന്നുണ്ട് ഈ പ്രാവശ്യത്തെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി കണ്ടസ്റ്റില് ശശാങ്കിനാണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നതെന്ന്. ആ ഫോട്ടോ അവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ആ ഫോട്ടോ കാണാൻ പോകുന്നു. അവിടെ പോയി ആ ഫോട്ടോ കണ്ടതോടുകൂടി റോഷ്നി ഞെട്ടിപ്പോയി. ഇവർ ട്രിപ്പ് പോയപ്പോൾ അവൾ അറിയാതെ ശശാങ്ക് എടുത്ത ഫോട്ടോയായിരുന്നു അത്. അതിൽ സ്പെക്സ് ഇല്ലാതെ കിടക്കുന്ന റോഷ്നിയുണ്ട്. ഗ്ലാസ്സിലൂടെ എടുത്ത ഫോട്ടോ ആയതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള മഞ്ഞ് മൂടിയ മലനിരകളും അതിൽ കാണാമായിരുന്നു. അതായിരുന്നു ആ ഫോട്ടോയെ കൂടുതൽ ഭംഗിയാക്കിക്കൊണ്ടിരുന്നത്. ആ ഫോട്ടോ കണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇത് റോഷ്നി അല്ലേന്ന് ചോദിക്കുന്നുണ്ട്. നല്ല ഫോട്ടോയാണെന്ന് എല്ലാവരും അവളോട് പറയുന്നു. വർഷങ്ങളായിട്ട് തന്റെ മൂക്കിനെന്തോ പ്രശ്നമുണ്ട്, തനിക്ക് സൗന്ദര്യമില്ല എന്നൊക്കെ അവൾ ചിന്തിച്ചുകൊണ്ടിരുന്നതാണല്ലോ. പക്ഷെ പെട്ടെന്ന് എല്ലാവരും ആ ഫോട്ടോ കണ്ട് അവള് നല്ല സുന്ദരിയാണെന്നും നല്ല പിക്കാണെന്നും ഒക്കെ പറയാൻ തുടങ്ങിയതോടുകൂടി അവളുടെ മനസ്സിലുണ്ടായിരുന്ന ആ വിഷമങ്ങൾ മാറി തുടങ്ങി. അവളുടെ ആ സന്തോഷം എന്റെ സ്പെക്സിനുള്ളിൽ ഒളിപ്പിക്കേണ്ടെന്ന് അവൾക്ക് തോന്നി. അതേസമയം ശശാങ്കിന്റെ ഓഫീസിൽ അവൻ റിസൈൻ ലെറ്റർ ഇട്ടത് കാരണം അവന്റെ ഫ്രണ്ടിനോട് അവന്റെ ബോസ് പ്രസന്റേഷൻ ചെയ്യാൻ പറയുന്നു. എന്നാൽ കറക്റ്റ് സമയത്ത് ശശാങ്ക് അവിടേക്ക് തിരിച്ചെത്തി. ആ സ്വപ്നമായിരുന്നു അവന് ധൈര്യം കൊടുത്തത്. അവൻ എല്ലാവരുടെയും മുന്നിൽ തന്റെ പ്രശ്നം തുറന്നു പറയുന്നു. ഷായ്ക്ക് പകരം താൻ സാ പറയുന്നതും അതുമൂലം ഒരുപാട് പ്രസന്റേഷനിൽ നിന്നും താൻ ഒഴിവായതുമെല്ലാം ആരും അവനെ കളിയാക്കിയില്ല. താൻ ജീവിതത്തിൽ ഫേസ് ചെയ്ത കാര്യങ്ങളെല്ലാം അവൻ തുറന്നു പറയുന്നു. പക്ഷെ അവന് ധൈര്യം കൊടുത്തത് ആ സ്വപ്നമാണെന്നും പറയുന്നു. ചെറിയ ക്ലാസ്സിലായിരുന്ന ശശാങ്കിന് ആരുടെയും കളിയാക്കലുകൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വളർന്നു വരുന്തോറുമാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ തുടങ്ങിയതും അവരൊക്കെ തന്നെ കളിയാക്കാൻ തുടങ്ങിയതും. എന്നാൽ ചെറിയ ശശാങ്കായിട്ട് നിന്ന് തന്നെയായിരുന്നു അവൻ എല്ലാവരോടും സംസാരിച്ചത്. നല്ല രീതിയിൽ അവൻ പ്രസന്റേഷൻ അവതരിപ്പിച്ചു. ആ പ്രസന്റേഷൻ കാണാൻ വേണ്ടിയിട്ട് തന്റെ സ്പെക്സ് ഒക്കെ ഊരി മാറ്റിയിട്ട് റോഷ്നി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പ്രസന്റേഷൻ കഴിഞ്ഞതും എല്ലാവരും കൈയടിക്കുന്നു. അവൻ അവന്റെ പേടിയെ ഓവർകം ചെയ്തു. അതുപോലെ തന്നെ റോഷ്നിയും. പിന്നീട് അവർ രണ്ടുപേരുടെയും വിവാഹം വീട്ടുകാരെ ഭംഗിയായിട്ട് നടത്തുന്നു. അങ്ങനെ അവരുടെ വിവാഹം കഴിയുന്നിടത്താണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.